നിങ്ങളുടെ വിധിയെ സ്നേഹിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. അതിലെ നല്ല നിമിഷങ്ങൾ, ചീത്ത കാര്യങ്ങൾ, മടുപ്പിക്കുന്ന ദിവസങ്ങൾ, പിന്നെ വേദനയേറിയ തെറ്റുകൾ, ഇവയെല്ലാം കണ്ട് ഇതൊന്നും സംഭവിക്കരുതായിരുന്നു എന്ന് വിഷമിക്കുന്നതിന് പകരം അതെല്ലാം മനസ്സാ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ വെറുതെ സഹിക്കുക എന്നല്ല ഇതിനർത്ഥം. പകരം ആ അനുഭവങ്ങളാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി മാറ്റിയത് എന്ന തിരിച്ചറിവോടെ അതിനെയെല്ലാം സ്നേഹിക്കുക എന്നതാണ്. സ്വന്തം സിനിമ സംവിധാനം ചെയ്യുന്ന ഒരാളെ പോലെ നിങ്ങളെ തന്നെ കരുതുക. ഒരു സിനിമയിലെ നായകനെല്ലാം എളുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ ആ സിനിമ കാണാൻ നല്ല ബോറയിരിക്കും. കഥയ്ക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ അവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വഴിത്തിരിവുകളും ഉണ്ടായേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ രംഗവും അത്യാവശ്യമായിരുന്നു എന്ന് സമ്മതിക്കുന്നതാണ് വിധിയെ സ്നേഹിക്കുക എന്നത്. അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് പറയുന്നതിന് പകരം അത് സംഭവിച്ചു, അത് എൻ്റെ കഥയുടെ ഭാഗമാണ്, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയാൻ ശീലിക്കുക. ഈ മനോഭാവം ഭാവിയിലെ പ്രശ്നങ്ങളെ നേരിടാൻ നിങ്ങളെ സഹായിക്കും. ഒരു ബസ് മിസ്സാവുമ്പോഴോ ജോലി നഷ്ടപ്പെടുമ്പോഴോ തളർന്നു പോകുന്നതിന് പകരം അതിനെ ഒരു പുതിയ അവസരമായി കാണുക. നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ അപ്രതീക്ഷിതമായി വീണ ഒരു ചേരുവ പോലെ അതിനെ കരുതുക. നിങ്ങൾ ആഗ്രഹിച്ച